ഗുഡ് മോർണിംഗ് എവരും. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന് നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശു ക്രിസ്തു തന്നെ കൊടുത്തിട്ടാണ് സഭയെ സ്നേഹിച്ചത്. തൻ്റെ മരണത്തിൽ നിന്നാണ് സഭ ഉണ്ടായിരിക്കുന്നത്, ചർച്ച ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ യേശു നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് സ്നേഹമാണ്, അല്ലെ? ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന വർക്ക് നമ്മൾ ചെയ്യണം, ചെയ്യാതിരിക്കരുത്. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും എന്താ പറയുക, നമ്മുടെ ഹൃദയത്തിൻ്റെ ഏറ്റവും ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സ്നേഹം, ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് വരുന്ന സ്നേഹം, പ്രയോറിറ്റി, അതാണ് അവൻ ആഗ്രഹിക്കുന്നത്. സ്നേഹമില്ലാത്ത ഒരു റിലേഷൻഷിപ്പിലും യേശു ക്രിസ്തു ഉണ്ടാകത്തില്ല. അത് വളരെയധികം കൃത്യമായിട്ടുള്ള കാര്യമാണ്. ദൈവം ഓൾറെഡി പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. നമ്മൾക്ക് തരാത്ത ഒരു കാര്യത്തെയും ദൈവം തിരിച്ച് നമ്മളിൽ നിന്ന് ചോദിക്കുന്നില്ല. നമ്മളെ സ്നേഹിച്ചു. ആദ്യമായിട്ട് അവനാണ് നമ്മളെ സ്നേഹിച്ചത്, അല്ലെ? അവന്റെ സ്നേഹം നമ്മളെ തേടിയെത്തുകയാണ്. ആ സ്നേഹം മാത്രമാണ് അവൻ തിരിച്ച് ചോദിക്കുന്നത്, അല്ലെ? നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അവൻ പറയുന്നത് എന്നെയും തിരിച്ച് സ്നേഹിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, യേശുവിന്റെ വരവ് വളരെയധികം അടുത്തിരിക്കുന്നു. ലോകത്ത് എത്രമാത്രം യുദ്ധങ്ങളും കാര്യങ്ങളും ഒക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു, അല്ലെ? യേശു പറഞ്ഞ പോലെയുള്ള പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമുക്കറിയാം, അവന്റെ വരവ് വളരെയധികം അടുത്തിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് സ്നേഹിക്കാം അവനെ. അവൻ സ്നേഹിക്കുന്ന പോലെ തന്നെ നമ്മൾക്കും തിരിച്ച് യേശുക്രിസ്തുവിനെ സ്നേഹിക്കാം. അതാണ് ഇന്നത്തെ ടോപ്പിക്ക്. മുമ്പോട്ട് പോകുന്നു. പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കുക. കർത്താവേ, ഈ സമയത്ത് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ സ്നേഹം പോലെ സ്നേഹമില്ല നാഥ. ഞങ്ങൾ ഒന്നിനും കൊള്ളാത്തവരായിരുന്ന സമയത്ത് ഞങ്ങളെ വീണ്ടെടുത്ത സ്വന്തം രക്തം കൊണ്ട് കർത്താവേ, ചങ്കിലെ ചോര കൊടുത്ത് വീണ്ടെടുത്ത വ്യക്തികളെ ഞങ്ങൾ കർത്താവ്. ലോർഡ് ഫാദർ, ഞങ്ങൾ അർഹിക്കുന്നില്ല അങ്ങയുടെ സ്നേഹം, പക്ഷെ എന്നാലും ഞങ്ങളെ സ്നേഹിക്കും എന്നൊരു തീരുമാനം എടുത്തവൻ അങ്ങ്. താങ്ക് യു ജീസസ്. പ്രൈസ് യു ആൻഡ് വർഷിപ്പ് യു മൈറ്റി ഫാദർ ഗോഡ്. തിരിച്ച് സ്നേഹിക്കൾക്ക് ഞങ്ങൾക്ക് തന്നപേക്ഷിക്കുന്നു. ഹോളി സ്പിരിറ്റ് ഗോഡിനെ തന്ന് ഞങ്ങൾ മുദ്രയിട്ടതിനായിട്ട് നന്ദി പറയുന്നു കർത്താവ്. താങ്ക് യു സോ മച്ച് പിതാവേ. ഞങ്ങളുടെ ഹൃദയത്തെ പ്രിപ്പയർ ചെയ്യണമെന്നും ഹൃദയത്തോട് സംസാരിക്കണമെന്ന് അപേക്ഷിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ആമേൻ. നമുക്കിന്ന് റെവലേഷനിലേക്ക് പോകാം. വെളിപ്പാട്, അല്ലെ? വെളിപ്പാട് പുസ്തകത്തിലേക്ക് ഇപ്പോൾ 2ാമത്തെ ചാപ്റ്ററിന്റെ 1 തൊട്ട് 7 വരെയുള്ള വാക്കുകൾ പെട്ടെന്നൊന്ന് വായിക്കാം. വെളിപ്പാടിന്റെ അല്ലെങ്കിൽ റെവലേഷന്റെ 1 തൊട്ട് 2ാമത്തെ ചാപ്റ്ററിന്റെ 1 തൊട്ട് 7 വരെയുള്ള വാക്കുകൾ പെട്ടെന്നൊന്ന് വായിക്കാം. അത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. എഫെസോസിലെ സഭയുടെ ദൂതന് എഴുതുക. 7 നക്ഷത്രം വലം കൈയിൽ പിടിച്ചുകൊണ്ട് 7 നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്, അല്ലെ? അത് പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിനെ പറ്റി, അല്ലെ? ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരല്ലാതിരിക്കെ നിങ്ങൾ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ചു കള്ളന്മാർ എന്നു കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എന്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാത്തതും ഞാൻ അറിയുന്നു. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. എങ്കിലും നിക്കോലാവ്യരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ടോ? അത് ഞാനും പകയ്ക്കുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവർ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പറുദീസയിൽ ഉള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ഇവിടെ പറഞ്ഞിരിക്കുക, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവർ കേൾക്കട്ടെ. ചെവി ഉണ്ടായിട്ട് കാര്യമില്ല, കേൾക്കാനുള്ള മനസ്സും കൂടെ ഉണ്ടായിരിക്കണം. അപ്പൊ ആത്മാവ്, അല്ലെ? ഹോളി സ്പിരിറ്റ് ഗോഡ് പറയുകയാണ് സഭയോട്, സ്നേഹത്തെ പറ്റി പറഞ്ഞിരിക്കുകയാണ്. ഒരു കാര്യം ഇവിടെ ഏറ്റവും ആദ്യമായിട്ട് തന്നെ പറയട്ടെ, യേശു ക്രിസ്തു, അല്ലെ, ഒരു വ്യക്തിയെയും ഇവിടെ മനഃപൂർവ്വം കുറ്റപ്പെടുത്താൻ വേണ്ടി ഒരു കാര്യവും പറയുന്നില്ല. അദ്ദേഹം എഴുതിയിരിക്കുന്നത്, അല്ലെ, ജോൺ വഴി, തന്റെ ദാസനായിട്ടുള്ള ജോൺ വഴി ഇവിടെ പറഞ്ഞിരിക്കുക, യോഹന്നാൻ വഴി ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ആദ്യമായിട്ട് തന്നെ പറയുന്നത് എന്താന്ന് വെച്ചാല്, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതെല്ലാം ഞാൻ കാണുന്നു, അല്ലെ? നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുവാണ് യേശു ക്രിസ്തു ചെയ്യുന്നത്. അതാണ് യേശുവിന്റെ മനസ്സ്. നമ്മുടെ കുറ്റം എപ്പോഴും കണ്ടെത്താൻ ശ്രമിക്കാതെ, ഒരിക്കൽ പോലും നമ്മുടെ കുറ്റം കണ്ടെത്താൻ ശ്രമിക്കാതെ, എത്രമാത്രം കുറ്റങ്ങൾ ഉണ്ടായിരുന്ന വ്യക്തികളാണെങ്കിൽ പോലും അവരെയെല്ലാം അതിൽ നിന്നെല്ലാം വിടുവിക്കാൻ ശ്രമിക്കുന്ന ദൈവം, അല്ലെ? ഇങ്ങനെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി കാണുന്നു, അല്ലെ? നീ എനിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ കാണുന്നു, നീ എനിക്ക് വേണ്ടി സഹിക്കുന്നത് ഞാൻ കാണുന്നു, അല്ലെ? നീ എന്താ പറയാ, അപ്പോസ്തലന്മാരാന്ന് പറഞ്ഞു വന്നിരിക്കുന്ന കള്ള പ്രവാചകന്മാരല്ല, കള്ള അപ്പോസ്തലന്മാരല്ലേ, കള്ള ടീച്ചേഴ്സിനെ ഒന്നും അവരെയൊന്നും നീ സഹിക്കാതിരിക്കുന്നത്, അല്ലെ? നീ കള്ളത്തരം സഹിക്കാതിരിക്കുന്നത്, ഈവിളായിട്ടുള്ള കാര്യങ്ങളോട് ഒരു താല്പര്യം നിനക്ക് ഇല്ലാഴികയുള്ളത്, അല്ലെ? നിക്കോളിയത്തന്മാരുടെ
നിക്കോലിയവ്യരുടെ നടപ്പ് നീ പയക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. നിക്കോലിയരുടെ നടപ്പിനെ പറ്റി ഇതേ ചാപ്റ്റർ തന്നെ പറഞ്ഞിട്ടുണ്ട്. പെർഗമോസ് അല്ലെ പെർഗമം എന്നുള്ള ചർച്ചിനെ പറ്റി പറയുമ്പോ അല്ലെ, ചർച്ച് പെർഗമം എന്നുള്ളത് അതിനെപ്പറ്റി പറയുമ്പോ പറഞ്ഞിട്ടുണ്ട് നിക്കോലിയന്മാർ എന്താണ് ചെയ്തിരിക്കുന്നത്, അതെന്താണ് അവർ പഠിപ്പിക്കുന്നുള്ള കാര്യം അല്ലെ. അവര് സെക്സ്വൽ ഇമ്മോറാലിറ്റി ചെയ്യുന്നത് ഓക്കെ ആണെന്നും വിഗ്രഹങ്ങൾക്ക് ആരാധിച്ച് വിഗ്രഹങ്ങൾക്ക് സമർപ്പിച്ചിരിക്കുന്ന ഭക്ഷണം കഴിക്കുന്നൊന്നും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പഠിപ്പിക്കുന്ന ദൈവത്തിൽ നിന്നും ദൈവത്തിന്റെ മക്കളെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ടീച്ചിങ്ങില് അതിനോടൊക്കെ ഈ എഫേഷ്യൻ സഭയെ പറ്റിയല്ല പറഞ്ഞിരിക്കുന്നത് അല്ലെ. രണ്ടാമത്തെ ആദ്യത്തെ വാക്ക് പറഞ്ഞിരിക്കുന്നത് എഫേഷ്യൻ സഭയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ആ സഭ അതിനെയൊന്നും ടോളറേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടാത്ത ഒരു സഭയാണിത്. ദൈവത്തിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ ദൈവത്തിന്റെ നാമത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും ദൈവത്തിനു വേണ്ടി സഹിക്കുകയും ചെയ്ത ഒരു സഭയാണത്. അതിനെയെല്ലാം യേശുക്രിസ്തു അപ്രീഷിയേറ്റ് ചെയ്യുന്നത് അല്ലെ. അതിനെല്ലാം ദൈവം ഒരു വില കൽപ്പിക്കുക തന്നെ ചെയ്യുന്നു. അതെല്ലാം ദൈവത്തിന് വളരെയധികം ഇഷ്ടമുള്ള കാര്യം അല്ലെ. അതൊന്നും മോശപ്പെട്ട കാര്യമില്ല, അതെല്ലാം വളരെ ഇഷ്ടപ്പെട്ട യേശുക്രിസ്തുവിന് വളരെ ഇഷ്ടപ്പെട്ട കാര്യം. പക്ഷേ ഒന്ന് ദൈവത്തെ വളരെയധികം വേദനിപ്പിച്ച ഒരു കാര്യമുണ്ട് അല്ലെ. അതിനെപ്പറ്റിയാ പറഞ്ഞിരിക്കുന്നത് 4-ാമത്തെ വാക്യം, എങ്കിലും നിന്റെ ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞിരിക്കുന്നു അല്ലെ. എങ്കിലും നീ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിനക്കുണ്ട് അല്ലെ. അതൊരു പാപമാണ് അല്ലെ. നീ മാനസാന്തരപ്പെട്ട് നീ തിരിച്ചു വരാനാ പറഞ്ഞിരിക്കുന്നത്. മാനസാന്തരം എവിടെയാണ് വേണ്ടി വരുന്നത്? പാപം ചെയ്യുമ്പോൾ. ദൈവത്തിനെ സ്നേഹിക്കാതിരിക്കുക എന്നുള്ളത്, ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് വിട്ടുപോയിരിക്കുക എന്നുള്ളത് അതൊരു കുറ്റം, ഒരു പാപം തന്നെയാണ്. അതെങ്ങനെയാണ് പാപമാകുന്നത്? ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നില്ലെങ്കിൽ നമ്മൾ ആരെയാണ് സ്നേഹിക്കാൻ പോകുന്നത്? ഓട്ടോമാറ്റിക്കലി നമ്മളെ തന്നെയാണ് സ്നേഹിക്കാൻ നമ്മൾ പോകുന്നത് അല്ലെ. നമ്മളോടുള്ള സ്നേഹം നമ്മുടെ മനസ്സിൽ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും? ഈ ലോകത്തെ സ്നേഹിക്കാൻ പോകും, പിശാചിന്റെ വർക്കുകളെ സ്നേഹിക്കാൻ പോകും. പിശാചിന്റെ വർക്ക് അവന്റെ ദുഷ്ടത്തിനെ എടുത്ത് കാണിക്കത്തക്ക രീതിയിലുള്ള വർക്കല്ല അവൻ ചെയ്യുന്നത്. അവൻ വളരെയധികം കണ്ണിങ് ആയിട്ടുള്ള കാപട്യമുള്ള ഒരുത്തരാണ് അല്ലെ. ഏറ്റവും നന്മയാണ് തോന്നുന്ന തരത്തിലുള്ള വർക്കുകളാണല്ലോ അവൻ ചെയ്തു കൂട്ടുന്നത് അല്ലെ. പക്ഷെ അതിന്റെ ഉള്ളിലെല്ലാം ഇരിക്കുന്ന പാപവും അല്ലെ, ദുഷ്ടത്തരവും മാത്രമാണ് അല്ലെ. അത് മനസ്സിലാക്കാതെ നമ്മളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ യേശുവിൽ നിന്ന് വിട്ടുപോവുക ചെയ്യുന്നു. അത് സ്വന്തം രക്തം കൊണ്ട് കൊടുത്ത് വീണ്ടെടുത്ത ചർച്ച അത് ചെയ്യുമ്പോൾ യേശുവിന് സഹിക്കാൻ സാധിക്കത്തില്ല അല്ലെ. അതെവിടെ പറഞ്ഞിരിക്കുന്നത്? നീ മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ അല്ലെ, നീ മാനസാന്തരപ്പെട്ട നിന്റെ നിലവിളക്ക് അതിന്റെ നിലനിന്ന് നീക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിരിക്കേണ്ട കാര്യം. അതങ്ങനെ സംഭവിക്കുക തന്നെ ചെയ്തു. എഫേസ്യസിലെ ഈ സഭ തിരിച്ച് ദൈവത്തിലേക്ക് വരാൻ താല്പര്യം കാണിച്ചില്ല. ഈ ലെറ്റർ ജോൺ വഴി ദൈവം എഴുതിയതിനു ശേഷം ഒരു 50 വർഷത്തിന്റെ ഇടയ്ക്ക് 50 വർഷം കഴിഞ്ഞപ്പോഴേക്കും എഫേസസ് സഭ എന്നേക്കുമായി നശിച്ചു പോയി എന്നാണ് തിയോളജിയന്മാരൊക്കെ പറയുന്നത്. കാരണം അവര് തിരിച്ച് ദൈവത്തിലേക്ക് വരാൻ, യേശുക്രിസ്തുവിലേക്ക് വരാൻ അവർക്ക് താല്പര്യം അവര് വന്നില്ല അല്ലെ. എന്തുകൊണ്ടാണ് വരാതിരുന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ യേശു സ്നേഹം അല്ലെ, നമുക്ക് തന്നെ കൊടുത്തിട്ടാണ് യേശു നമ്മളെ സ്നേഹിച്ചത്. അപ്പൊ നമുക്കറിയാം എഫേസ്യർക്കെഴുതിയ ലേഖനത്തില്, പോൾ തന്നെ എഴുതിയ ലേഖനത്തില് 5-ാമത്തെ ചാപ്റ്ററില് നമുക്കറിയാം ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്ന ഭർത്താക്കന്മാരോട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന 5-ാമത്തെ ചാപ്റ്റർ 25 തൊട്ട് 27 വരെയുള്ള വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന, ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ച പോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ അല്ലെ. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ എന്നാ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ താഴേക്ക് വരുമ്പോ ഇങ്ങനെ 27-ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, തന്നെ അവൾക്ക് വേണ്ടി കൊടുത്തു അല്ലെ. തന്റെ ജീവിതത്തെ തന്നെ യേശു തന്നെ ഒന്ന് നോക്കാതെ, നമുക്കറിയാം ഫിലിപ്പിയർക്കെഴുതിയ 2-ാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ദൈവവുമായിട്ട് ഈക്വൽ ഉണ്ട്, അവരൊന്നാണ്. എന്താ പറയുക, ഹോളി സ്പിരിറ്റ് ഗോഡും പിതാവും പുത്രനും ഒന്നാണ്. പക്ഷെ ആ ഒരു ദൈവം ആണെന്നുള്ള ഒരു എന്താ പറയാ, തന്റെ ആ യാഥാർത്ഥ്യത്തിൽ ഇരിക്കാതെ മനുഷ്യനായിട്ട് തന്നെ ഹമ്പിൾ ചെയ്തുകൊണ്ട് ഈ ലോകത്തിലേക്ക് വന്നത് എന്തിനാണ്? മനുഷ്യർക്ക് വേണ്ടി, മരിക്കുന്നതിനു വേണ്ടി അല്ലെ. ആ യേശുവിന്റെ മരണത്തിൽ നിന്നാണ് എന്താ പറയുക ഉണ്ടായിരിക്കുന്നത് അല്ലെ. അത് തന്നെയാണ് ജനസീസില്, വെളിപാട് പുസ്തകത്തില് ആഴത്തിൽ നിന്ന് ആദാമിൽ നിന്ന് ഈവിനെ സൃഷ്ടിച്ചുകൊണ്ട് ദൈവം കാണിച്ചു തന്നിരിക്കുന്നു അല്ലെ. അപ്പൊ യേശുക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം, യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാമത്തെ ചാപ്റ്റർ പറഞ്ഞിരിക്കുന്ന കാര്യം മൊത്തം പറഞ്ഞ് എന്നെ പറ്റിയാണ് പറഞ്ഞിരിക്കുക. സ്ക്രിപ്ചറിലെല്ലാം അന്നത്തെ ജൂതന്മാര്, പരീശന്മാര്, ശാസ്ത്രിമാര് തെരഞ്ഞുകൊണ്ടിരുന്നു അവർക്ക് നിത്യജീവൻ കിട്ടുന്നതിന് വേണ്ടി. പക്ഷെ നിത്യജീവൻ എവിടെ? യേശുക്രിസ്തുവിലാണുള്ളത്. സ്ക്രിപ്ചർ പറയുന്നത് മൊത്തം യേശുവിനെ പറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ വെളിപാട് പുസ്തകത്തിന്റെ 2-ലേക്ക് പോകുമ്പോ ഉൽപ്പത്തി അല്ല, വെളിപാട് ജനസിസ് എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തിന്റെ 2-ലേക്ക് പോകുമ്പോ
ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ആടത്തെ പിതാവ് അല്ലെ, ആടത്തെ പിതാവ് ഉറക്കി കടത്തിയതിന് ശേഷം അല്ലെ, ഒരു ഗാഢനിദ്രയിലേക്ക് ആക്കിയതിന് ശേഷം ഇങ്ങനെ 21 വാക്ക് ഉൽപ്പത്തിന്റെ 2:21 ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന, ആകയാൽ യഹോവയായ ദൈവം മനുഷ്യന് ഒരു ഗാഢനിദ്ര വരുത്തി, അവൻ ഉറങ്ങിയപ്പോൾ അവന്റെ വാരിയെല്ലുകളിൽ ഒന്നെടുത്ത് അതിന് പകരം മാംസം പിടിപ്പിച്ചു. യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയെല്ലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പൊ എന്താ പറയാ, ആടത്തിന് ഒരു നിദ്ര ദൈവം കൊടുത്തു എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില തിയോളജിമാരൊക്കെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാല്, ആടം മരിച്ചു എന്നാ പറഞ്ഞിരിക്കുന്നത്. ആടത്തെ ഗാഢനിദ്രയിലേക്ക് ആക്കിയത് ആരാണ്? പിതാവാണ്, ദൈവമാണ് അവനെ ആ ഗാഢനിദ്രയിലേക്ക് കൊണ്ടുപോകുന്നത്. അത് തന്നെയാണ് പിതാവ് യേശുക്രിസ്തുവിന്റെ കാര്യത്തിലും ചെയ്തത്. യേശു മരിക്കുക എന്നുള്ളത് പിതാവിന്റെ ഇഷ്ടമായിരുന്നു അല്ലെ. യേശുക്രിസ്തു ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ ഈ പാനപാത്രം, സഹനത്തിന്റെ ഈ പാനപാത്രം എന്റെ കയ്യിൽ നിന്ന് എടുത്ത് മാറ്റി തരണം, പക്ഷെ എന്നാലും എന്റെ വില്ലല്ല അല്ലെ, എന്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതമാണ് നടക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാല്, പിതാവിന്റെ ഹിതം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ആടത്തെ ഈ ഗാഢനിദ്രയിലാക്കിയ പോലെ, ആടത്തിൽ നിന്ന് എന്താ പറയുന്നത്, സ്ത്രീയെ സൃഷ്ടിച്ചെടുത്തതുപോലെ തന്നെ യേശുവിന്റെ മരണത്തിൽ നിന്ന് ചർച്ചിനെ സൃഷ്ടിച്ചെടുക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് കാണിക്കുന്നത് യേശുവിൽ നിന്നാണ് ചർച്ച് വരുന്നത് എന്ന് പറഞ്ഞാല് അത് യൂണിറ്റിയാണ് കാണിക്കുന്നത്. യേശു ഇല്ലെങ്കിൽ ചർച്ചിന് നിലനിൽപ്പില്ല. അവിടെ ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ഹിതം എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റിയാണ്, സ്നേഹത്തിന്റെ ഒരു ബന്ധം അല്ലെ. അത് ഒരിക്കലും വിട്ടുപോകാത്ത, ഒരിക്കൽ പോലും പോകാത്തൊരു സ്നേഹബന്ധത്തെ പറ്റിയാണ് ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ചർച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും കൂടുന്നവരാണല്ലോ അല്ലെ. എല്ലാവരും കൂടെ കൂടി വരുന്നതിന് പറഞ്ഞ പേരാണല്ലോ, ദൈവത്തിന്റെ മക്കൾ എല്ലാവരും കൂടെ കൂടി വരുന്നതിന് പറഞ്ഞ പേരാണല്ലോ ചർച്ച. അവിടെ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്നേഹബന്ധമാണ് അല്ലെ. ഒരിക്കൽ പോലും വിട്ടുപോകാത്ത, ഒരിക്കൽ പോലും കെട്ടുപോകാത്ത, ഒരിക്കൽ പോലും പൊട്ടിപ്പോകാത്ത ഒരു സ്നേഹബന്ധത്തെ പറ്റിയാണ് ദൈവം യേശുക്രിസ്തു ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ സ്നേഹബന്ധം ഇല്ലെങ്കിൽ, ആ സ്നേഹം അവന് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണെങ്കിൽ, ആ സ്നേഹം ചർച്ചിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ, ആ ചർച്ച് അവിടെ ദൈവം ഉണ്ടാവത്തില്ല, അവിടെ യേശുക്രിസ്തു ഉണ്ടാവത്തില്ല, ആ ചർച്ചിന് ഇവിടെ നിലനിൽപ്പില്ല. അതാണ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. അതുതന്നെയാണ് എഫേസസിൽ ഈ ചർച്ചിന് പറ്റിയിരിക്കുന്ന കാര്യം. ദൈവം പറഞ്ഞു, നീ മാനസാന്തരപ്പെട്ടുകൊണ്ട് തിരിച്ചു വരണം, കാരണം നീ നിന്റെ വഴിയെ പോയിരിക്കുന്നു അല്ലെ. നീ നിന്റെ വഴിയെ പോകുമ്പോൾ നീ എന്നിൽ നിന്ന് അകന്നാണ് പോകുന്നത്. നീ എന്നിൽ നിന്ന് അകന്നു പോകുമ്പോൾ നീ ഹോളി സ്പിരിറ്റ് ഗോഡിനാലല്ല നയിക്കപ്പെടുന്നത്. ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടാത്ത വ്യക്തികള് അവര് ജഡത്തിന്റെ രീതിയിലാണ് ജീവിക്കുന്നത്. ജഡം അതിനൊരു പ്രോഫിറ്റബിൾ അല്ല. ജഡം ഒന്നും തന്നെ ഉപകാരപ്പെടുന്നില്ല, നമുക്കറിയാം. 6ാമത്തെ ചാപ്റ്റർ യോഹന്നാന്റെ 6 വരുമ്പം എന്താ പറയാ, 6ാമത്തെ ചാപ്റ്ററിന്റെ 63ാമത്തെ വാക്കിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ മാംസം അല്ലെങ്കിൽ ജഡമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടൊരു ഉപകാരമില്ല, അത് ഉപകാരത്തിന് ഉള്ളതല്ല അല്ലെ. അത് നമ്മളെ ജീവിതത്തിലേക്ക് നയിക്കുന്നില്ല. പക്ഷെ ആത്മാവാണ് ജീവൻ തരുന്നത് അല്ലെ. ഹോളി സ്പിരിറ്റ് ഗോഡാണ് നമുക്ക് ജീവൻ തരുന്നത്. നമ്മൾക്ക് യേശുവിനോടുള്ള സ്നേഹമുണ്ടെങ്കിൽ മാത്രം, യേശു നമ്മുടെ ഉള്ളില് വിശ്വാസത്താൽ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മുടെ ജീവിതത്തിൽ എന്താ പറയാ ആക്റ്റീവ് ആകാൻ പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഹോളി സ്പിരിറ്റ് ഗോഡിനെ സൈലൻസ് ആക്കുക ചെയ്യുന്നത് അല്ലെ. ഹോളി സ്പിരിറ്റ് ഗോഡിന് ഒരു സ്ഥാനം കൊടുക്കാതിരിക്കുക ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ജീവൻ ഇല്ല അല്ലെ. തിരിച്ച് നമ്മള് പാപത്തിന്റെ വഴിയിലേക്ക് പോവുക ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ എഫേസോസിലെ ചർച്ചിനോട് പറഞ്ഞിരിക്കുന്നത്, നീ മാനസാന്തരപ്പെട്ടുകൊണ്ട് തിരിച്ചു അല്ലെ. അപ്പൊ ദൈവത്തിൽ അകന്നു പോയതാണ് മരണം എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ ആത്മാവിന്റെ മരണം എന്ന് പറയുന്നത് ദൈവവും നമ്മൾ മനുഷ്യരും ആയിട്ട് ഉള്ള ഒരു കണക്ഷൻ ഉണ്ടായിരുന്ന കണക്ഷൻ അത് വിച്ഛേദിക്കപ്പെട്ടു. ആത്മാവ് വീണ്ടുപോയി, ആത്മാവ് ചത്തുപോയി. അതാണല്ലോ സ്പിരിച്വൽ മരണം എന്ന് പറയുന്നത്. അപ്പൊ അത് തന്നെയാണ് പിന്നെയും നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണെങ്കിൽ നടക്കാൻ പോകുന്ന കാര്യം. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് അല്ലെ, നീ തിരിച്ചു വരിക അല്ലെ, നീ മാനസാന്തരപ്പെട്ടുണ്ട്, നീ ആദ്യം നീ ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തിലേക്ക് തിരിച്ചു വരിക എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് അത് തന്നെയാണ് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സഭയോട് പറയാന്ന് പറഞ്ഞാൽ നമ്മളോട് ഓരോരുത്തരോടും പറയുന്ന കാര്യം ഇതാണ് ദൈവം അല്ലെ. നീ തിരിച്ചു വരിക, എന്നിലേക്ക് തിരിച്ചു വരിക അല്ലെ. നീ സ്നേഹിക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ, നീ എന്നെ സ്നേഹിച്ചിരുന്ന അന്ന് നീ സ്നേഹിച്ചിരുന്ന പോലെ ആ സ്നേഹത്തിൽ നിന്ന് നീ അതിനൊരു കോട്ടം വന്നിട്ടുണ്ടെങ്കിൽ, അതിനൊരു കുറവ് വന്നിട്ടുണ്ടെങ്കിൽ, നീ തിരിച്ച് എന്നിലേക്ക് വരിക അല്ലെ. ആ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹമാണ്, ആ ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ ഹൃദയത്തിന്റെ ഒരു കരച്ചിലാണത് അല്ലെ. യേശുക്രിസ്തു പറയൂ, നീ തിരിച്ച് എന്നിലേക്ക് വരിക, കാരണം ജീവൻ ഉള്ളത് എന്നിലാണ്.
യേശുക്രിസ്തുവാണ് ജീവൻ, യേശുക്രിസ്തുവാണ് ഉയർത്തെഴുന്നേൽപ്പ്, അല്ലെ? ജീവനിൽ നിന്ന്, ജീവന്റെ സോഴ്സിൽ നിന്ന് നമ്മൾ മാറിപ്പോകും തോറും നമ്മുടെ ഉള്ളിൽ ജീവൻ ഉണ്ടാവത്തില്ല. നമ്മൾ മരണത്തിലേക്കായിരിക്കും അകന്നു പോകുന്നത്. യേശുവിലേക്ക് നടന്നെടുക്കുമ്പോൾ അവിടെ ജീവനുണ്ട്. അവനാണ് ജീവന്റെ സോഴ്സ്, അല്ലെ? അവനിലേക്ക് വരുന്ന ആ വഴിയാണ് വേ ഓഫ് റൈച്ചസ്നെസ് എന്ന് പറയുന്നത്. അത് ഞാൻ നീതിയുടെ പാത എന്ന് പറഞ്ഞ, റൈച്ചസ്നെസിന്റെ പാത എന്ന് പറഞ്ഞ യേശുവിലേക്കുള്ള വഴിയാണ്, അല്ലെ? അത് യേശു നിന്ന് അകന്നു പോകുന്ന വഴി എന്ന് പറഞ്ഞ മരണത്തിലേക്കാ പോകുന്നത്, അല്ലെ? മരണത്തിലേക്ക് ഒരെണ്ണത്തെ പോലും വിട്ടുകൊടുക്കുന്നതിന് വേണ്ടിയല്ല യേശുക്രിസ്തു ക്രോസ് ഓഫ് കാൽവറിയിൽ മരിച്ചത്. അതാവും പറയുന്നത്, നിങ്ങള് സ്നേഹിക്കണം, തിരിച്ചു വരണം, നിങ്ങൾ റിപ്പന്റ് ചെയ്തുകൊണ്ട് തിരിച്ചു വരണം എന്ന് പറയുന്നതിന്റെ കാര്യം ഇതാ. അവൻ നമ്മളെ സ്നേഹിച്ച പോലെ, അല്ലെ? അവൻ ചർച്ചിനെ സ്നേഹിച്ച പോലെ സ്നേഹിക്കാൻ ഭർത്താക്കന്മാരോട് പറഞ്ഞിരിക്കുന്ന, ഭാര്യമാരെ ഞാൻ എൻ്റെ ചർച്ചിനെ സ്നേഹിക്കുന്ന പോലെ, അല്ലെ? തന്നെ തന്നെ കൊടുത്തുകൊണ്ടാണ് യേശുക്രിസ്തു സ്നേഹിച്ച് സഭയെ സ്നേഹിച്ചത്, അല്ലെ? സ്നേഹിക്കുന്നത്, നമ്മളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നത്, നമ്മളെ ഓരോരുത്തരും വാഷ് ചെയ്യുന്നു. സഭയെ വാഷ് ചെയ്യുന്നു, അവന്റെ വചനം കൊണ്ട് അവൻ വാഷ് ചെയ്ത് തനിക്ക് തന്നെ ഗ്ലോറിയസ് ആയിട്ട് ബ്രൈഡായിട്ട് പ്രസന്റ് ചെയ്യുന്നതിന് വേണ്ടി അവൻ സഭയെ വാഷ് ചെയ്യുന്നു, അല്ലെ? സഭയെ ഭാഷ എന്ന് പറയുമ്പോൾ ചർച്ച് ബിൽഡിങ്ങിനെ പറ്റിയല്ല പറയുന്നത്. ഓരോ വ്യക്തിനെ, ചർച്ചിലായിരിക്കുന്ന ഓരോ വ്യക്തിനെ, ചർച്ചിന്റെ പാട്ടായിരിക്കുന്ന ഓരോ വ്യക്തിനെ, യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുത്തിരിക്കുന്ന ഓരോ വ്യക്തിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരെയും യേശുക്രിസ്തു വാഷ് ചെയ്ത് തന്റെ വചനം കൊണ്ട് അവനെ പോലെ ആക്കി തീർക്കുന്നതിന് വേണ്ടി, അവനെ ഒരു ഗ്ലോറിയസ് ബ്രൈഡാക്കി തീർക്കുന്നതിന് വേണ്ടി. അപ്പോ ഇതാണ് എനിക്കിന്ന് പറയാനുള്ളത്. ദൈവം ഇതാണ് എന്നെ വഴി പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മള് അവനോടുള്ള സ്നേഹത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും അകൽച്ച വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെ? ഒന്നാമത് നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കുക. എവിടെയെങ്കിലും നമുക്ക് സ്നേഹം കുറവ് വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ച് അവനിലേക്ക് വരിക, അല്ലെ? തിരിച്ച് അവനിലേക്ക് വരിക. 7-ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, വെളിപാടിന്റെ 2:7 ഇങ്ങനെ പറഞ്ഞിരിക്കുക, അത് ഞാനും വായിക്കുന്നു, ആത്മാവ് സഭയോട് പറയുന്നത് എന്തെന്ന് ചെവി ഉള്ളവർ കേൾക്കട്ടെ, ജയിക്കുന്നവർ ഞാൻ ദൈവത്തിന്റെ പരദീസയിൽ ഉള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ജയിക്കണമെങ്കിൽ നമ്മൾ അവനിലായിരിക്കണം, അല്ലെ? ബോൺ അഗെയിൻ എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവനിലും അവൻ നമ്മളിലും ആയിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ്, ഒന്നായിരിക്കുന്ന റിലേഷൻഷിപ്പ്, അതിനെപ്പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഈ 6-ാമത്തെ ചാപ്റ്റർ യോഹന്നാൻ തന്നെ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ മാംസവും എൻ്റെ രക്തവും കുടിക്കുന്നവർ, അല്ലെ, എൻ്റെ മാംസം ഭക്ഷിക്കും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവർ, അവർ എന്നിലും ഞാൻ അവരിലും വസിക്കുന്നു, അല്ലെ? അപ്പൊ അതാണ് ഒരു മോഡല്. ദൈവം നമ്മളെ പറ്റി ഉദ്ദേശിക്കുന്നത്, നമ്മൾ അവനിലായിരിക്കും, അവൻ നമ്മളിലായിരിക്കും, അല്ലെ? അപ്പോ അങ്ങനെ നമ്മൾ അവനിലും അവൻ നമ്മളിലായിരിക്കും മാത്രമേ ഉള്ളൂ നമുക്ക് ജയിക്കാൻ സാധിക്കത്തുള്ളൂ. നമുക്ക് ലോകത്തെയും പിശാചിനെയും മറികടക്കണമെങ്കിൽ, ജയിക്കണമെങ്കിൽ നമ്മൾ അവനിലായിരിക്കുക, അവൻ നമ്മളിലും ആയിരിക്കുക. പിതാവ് നമ്മളിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് യേശുക്രിസ്തുവിനെ ആയിരിക്കണം, അല്ലെ? യേശുക്രിസ്തുവിനെ വസ്ത്രം ധരിക്കുന്നവൾ അവന്റെ റൈച്ചസ്നെസ് നമ്മൾ ധരിച്ചിരിക്കുന്ന വ്യക്തികളായിരിക്കും, അവനിൽ ഹിഡനായിരിക്കുന്ന വ്യക്തികളായിരിക്കണം. അങ്ങനെയാണെങ്കിൽ സ്നേഹം ഉണ്ടായിരിക്കണം. അവന്റെ സ്നേഹം എന്ന് പറഞ്ഞാല് ബേണിംഗ് ആയിട്ടുള്ള സ്നേഹമാണ്, തീ പോലത്തെ ഒരു സ്നേഹമാണ്, അല്ലെ? കത്തുന്ന ഒരു സ്നേഹമാണ് അവന് നമ്മളോടുള്ളത്. അതുപോലുള്ള സ്നേഹമായിരിക്കണം തിരിച്ച് നമുക്ക് അവനോടുള്ളത്. അല്ലെങ്കിൽ നമ്മള് അകന്നു പോകുക തന്നെ ചെയ്യും അവനിൽ നിന്ന്, അല്ലെ? നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് ആ സ്നേഹമില്ല എങ്കിൽ നമ്മൾ അവനിൽ നിന്ന് അകന്നു പോകുക തന്നെ ചെയ്യും. അങ്ങനെയുള്ളവർക്ക് ജീവൻ ഉണ്ടാവത്തില്ല. അത് യേശു പറയും, നമ്മൾ അകന്നു പോകാനുള്ള ഇട വരുത്തരുത് എന്ന് യേശു പറഞ്ഞിരിക്കുന്നു. അപ്പൊ അതാണെന്ന് എനിക്ക് പറയാനുള്ളത്. നമുക്കൊന്ന് പ്രാർത്ഥിച്ചു നിർത്താം. കർത്താവ് സമയത്ത് നന്ദി പറയുന്നു. കർത്താവ് വീണ്ടെടുത്തതിനായിട്ട് നന്ദി പറയുന്നു. ഞങ്ങളെ രക്തം തന്നതിനായിട്ട് നന്ദി പറയുന്നു. ഞങ്ങളുടെ പുറകെ വന്നത് അങ്ങ് കർത്താവേ. ഞങ്ങൾ പാവികളായിരുന്നപ്പോൾ, ഞങ്ങൾ വീണു പോയിരുന്നവരായിരുന്നപ്പോൾ കർത്താവ് ഞങ്ങളെ തേടിയെത്തിയ സ്നേഹമാണ്. അതിനായിട്ട് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. പ്രൈസ് ആൻഡ് വർഷിപ്പ്. താങ്ക് യു ലോർഡ് ഗോഡ് ഓൾമൈറ്റി. കർത്താവേ, ഞങ്ങളുടെ ഉള്ളിൽ സ്നേഹമില്ലാതായി പോയിട്ടുണ്ടെങ്കിൽ കർത്താവ് ക്ഷമിക്കണം. പക്ഷേ തിരിച്ചങ്ങിലേക്ക് വരാനുള്ള കൃപ തരണം അപേക്ഷിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയോട് പ്രാർത്ഥന അപേക്ഷിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ഇത് കേട്ടതിന് ദൈവത്തിനകത്ത് മഹത്വം ഉണ്ടാകട്ടെ.